ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശരണ്യ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? ശരണ്യെ മറക്കാൻ ഉള്ള കുറേ അച്ഛന്മാർ, പ്രായമായവർ, അവരെല്ലാം കണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ഇപ്പം ഞാൻ പുറപ്പെടുകയാണ്. എൻ്റെ കൂടെ ഫ്രീ ആയിട്ടിരിക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ വരും. നിങ്ങളും എൻ്റെ ഒപ്പം വരും. താങ്ക് യു. വേദനാജനകമായ ഒരു വേർപാടിൻ്റെ ഒന്നാം വാർഷികത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശരണ്യ. ജനിച്ചാൽ എന്നായാലും നമ്മൾ മരിക്കണം.
പക്ഷേ ആ മരണം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും എല്ലാം ദൈവനിശ്ചയമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിൽ അതിലൊരു പ്രത്യേകമാർന്ന ഒരു വികാരമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും നമ്മളുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ മനുഷ്യരെല്ലാവരും മനസ്സിലെന്നും ഓർത്തു വെക്കേണ്ട, കരുതി വെക്കേണ്ട കുറച്ച് വരികൾ മഹാത്മാവായ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ ഒരു സൗഹാർദ്ദവും സ്നേഹവുമാണ്. നമുക്ക് അതെന്നും മനസ്സിൽ ഊട്ടിയുറപ്പിക്കാം. ഈ വരികൾ എന്നും നമ്മളുടെ മനസ്സിൽ മുഴങ്ങി നിൽക്കട്ടെ, അത് പ്രാവർത്തികമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ വരികൾ നിങ്ങൾക്കായി ആലപിക്കുകയാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ മാതൃക അത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ഹൃദയത്തിലാണ് സൂക്ഷിക്കേണ്ടത്. ജാതിക്കും മതത്തിനും അതീതമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ ശാന്തി മന്ദിരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമല്ല. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു അസോസിയേഷനുണ്ട്, ആത്മ എന്ന് പറയുന്ന അസോസിയേഷനുണ്ട്. ഞങ്ങൾ നിരന്തരമായിട്ട് ഇവിടെ വരാറുണ്ട്. സന്തോഷിൻ്റെ കൂടെ സന്തോഷിൻ്റെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ സഹകരിക്കാറുണ്ട്. ഇവിടെയുള്ള സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പേഴ്സണലി കാണാറുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാറുമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് എൻ്റെ ഒരു വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലായിരുന്നു. ഞാൻ 60 വയസ്സ് തികഞ്ഞ ആ ഘട്ടത്തിൽ അത് ഞാൻ ആഘോഷിച്ചത് ഇവരുടെ ഒപ്പമായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും വന്ന് ഞങ്ങൾ ഇവരുടെ ഒപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഞാനിപ്പോൾ വരുന്നത് നേരത്തെ മനോജ് പറഞ്ഞ പോലെ അത്ര വലിയ സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയല്ലെങ്കിൽ പോലും നമ്മുടെ വിട പറഞ്ഞു പോയ ശരണ്യ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൊച്ചനിയത്തിയാണ്. ഇവിടെ ബാക്കി എല്ലാവർക്കും ഒരു പെങ്ങളാണ്. ആ കുട്ടി ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിൻ്റെ എല്ലാം കൂടെ മാക്സിമം നമുക്ക് സഹകരിക്കാവുന്ന രീതിയിൽ നമ്മളെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വിളി വന്നാൽ പോയല്ലേ പറ്റൂ. അങ്ങനെ പോയ ആ ശരണ്യെ നമ്മൾ വീണ്ടും ഇന്ന് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് നമ്മളെല്ലാവരും ഓർക്കുന്നു. വെറുതെ ഓർത്തത് മാത്രമല്ല, ഇതിനെല്ലാം മുൻകൈ എടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം സീമാജി നായരാണ്. ആ സീമാജി നായരെ ഇവിടെ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണ്. കാരണം സീമയുടെ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും ശരണ്യയ്ക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും കുറേ നല്ല അനുഭവങ്ങൾ ആ കുടുംബത്തിന് ഷെയർ ചെയ്യാൻ സാധിച്ചത് സീമയുടെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ മാത്രമേ നമുക്കൊക്കെ സാധിച്ചിട്ടുള്ളൂ. ഇന്ന്
ഈ ഫസ്റ്റ് ആനിവേഴ്സറി ദിനത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേരാനുള്ള സാധിച്ചതും ഈ സഹോദരങ്ങളുടെ കൂടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതും ശരണ്യ മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഒരു തുള്ളി കണ്ണുനീർ തീർച്ചയായിട്ടും വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹം, ഇവരോട് കാണിക്കുന്ന സ്നേഹം തീർച്ചയായിട്ടും അവിടുന്ന് ശരണ്യ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, സീമാജി നായർ ഈ കഴിഞ്ഞ എത്രയോ നാളായിട്ട് കാണിക്കുന്ന ആ പുണ്യപ്രവർത്തനങ്ങൾ, ഇപ്പോൾ ശരണ്യയുടെ കേസ് മാത്രമല്ല, ബാക്കി അനവധി, ഇപ്പം എനിക്ക് തോന്നുന്നത് ഇന്നലെ തന്നെ ശരിക്കും പറഞ്ഞാൽ വേറെ പല കാര്യങ്ങൾ കൂടി അടക്കായിരുന്നു സീമ. അതുകൂടാതെ ഇന്ന് ഇത്രയും വലിയൊരു വിപുലമായ തോതിലുള്ള ഒരു പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും ഇവിടെ എത്തിക്കാൻ എടുത്ത ശ്രമവും, പിന്നെ ഓഫ്കോഴ്സ് ഇതിനെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരണ്യയുടെ അമ്മ തന്നെയാണ്. എനിക്ക് വർഷങ്ങളായിട്ട് ശരണ്യയുടെ അമ്മയെ അറിയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലും ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സീരിയലിലെ ഒരു നടി എന്ന രീതിയിലും ശരണ്യ എനിക്ക് വളരെ പേഴ്സണലി അറിയാം. ആ കൂട്ടത്തിൽ വന്നിരുന്നതാണ് അമ്മ. അപ്പം ആ ഒരു സ്നേഹം അമ്മയോടും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ഈ സീമയുടെ ഒരു അറേഞ്ച്മെൻറ്റ് കൊണ്ട് മാത്രമാണ്. ഈ അമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവരും സ്നേഹം അറിയിച്ചുകൊണ്ട് ശരണ്യ മുകളിൽ നിന്ന് നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരാരുമില്ലാത്ത 10 പേരെ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് എന്താ പറയുന്ന ഒരിടം കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. ശാന്തി മന്ദിരത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് വൈകുന്നേരം 4 മണിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഫങ്ഷൻ അവിടുന്ന് ഡോക്ടേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 പേർക്കുള്ള കട്ടിലും അതുപോലെ നമ്മൾ പുതിയ ഡ്രസ്സസൊക്കെ മേടിച്ചു. അത് ലീലാമ്മയും ശരണ്യയുടെ അമ്മയും ദിനേശ് ചേട്ടനൊക്കെ കൂടെ ചേർന്ന് അത് സന്തോഷിന് ഇപ്പം കൈമാറുന്നു. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. ഇതാരാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ എല്ലാം, നിങ്ങളുടെ എല്ലാം, ലോകത്തിൻ്റെ എല്ലാ മലയാളികളുടെയും പ്രിയപ്പെട്ട ശരണ്യയുടെ അമ്മയാണ്. അമ്മയുടെ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്ക് വിഷമമുണ്ട്. എന്നാലും ഇന്നത്തെ ഒരു ദിവസം അമ്മയുടെ കാര്യങ്ങൾ നിങ്ങളും അറിയണമല്ലോ. പറയും മോളുടെ കാര്യങ്ങൾ ഞാൻ 2 വരി പാട്ട് പാടാം. പറ, എന്നിട്ട് പറയാം. ഓർമ്മ
ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ളൊരു ജീവിതയാത്രതൻ തേർത്തെളിക്കാൻ ഓർമ്മകൾ മായുമോ നീർക്കുമിളകൾ പോൽ ജീവനിൽ സ്ഫുരിക്കുന്ന ഓർമ്മകളെ. എല്ലാം ആയി അതിലല്ലേ? അതിലെല്ലാം ഒന്നും പറയാനില്ല. അതിലെല്ലാം ആയി. പിന്നെ ഞാൻ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എനിക്ക് അതിൽ സ്വപ്നയെ കൊണ്ടുവന്ന ഒരു വീഡിയോസ് എനിക്ക് ഇഷ്ടമായി. ഞാനത് കണ്ടായിരുന്നു അല്ലേ? നമ്മളെപ്പോലൊരു നമ്മുടെ നാട്ടുകാർ, എന്റെ നാട്ടുകാരി, അവളും ഇപ്പൊ അതിജീവനമാണല്ലോ, അവളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്വപ്നയെ കാണണം തോന്നി ഞാൻ പോയി ചെയ്തതാണ്. അതിൽ അവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല, ഹൃദയം മാത്രം. ഒറ്റപ്പെടുന്ന അവസ്ഥ എനിക്ക് ഇഷ്ടമാണ് സ്വപ്നയെ, സത്യം ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരുടെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മളെപ്പോലെ ഒരു പെണ്ണ് ജീവിതത്തിൽ അല്ലെ അവരൊരുപാട് കഷ്ടപ്പെട്ട് വരുന്ന കാര്യം സത്യമാണത്. പിന്നെ ഇപ്പം മോളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ എന്താ ഞാൻ പറയാ, ഇപ്പോൾ എൻ്റെ മോൾ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അവളെന്നോട് അവൾക്കറിയാം അവൾ പോവും. അപ്പോൾ അവൾ എപ്പോഴും എന്നെ അവൾക്കൊരു കരുതലാണ്. അമ്മ ഞാൻ പോയാലും അമ്മ ജീവിക്കണം, പിന്നെ യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടുപോകണം. പിന്നെ അവളിങ്ങനെ ഓരോരോ വായിക്കും നന്നായിട്ട്. അപ്പോൾ എന്നോട് പറയും അമ്മ നമുക്ക് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലാത്തൊരു ഇടവേളയാണമ്മ നമ്മുടെയൊക്കെ ജീവിതം. അപ്പം ഞാൻ പറയും മോളെ എനിക്ക് എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടി? അതിനെയൊക്കെ ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതമ്മ, അതാണ് സത്യം, അതല്ലേ? ഇങ്ങനെയാണ് അവൾ പറയുന്നത്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതൊരു മരണത്തിൽ നിന്നാണ് ഓടി രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നത്, ആ മരണം നമ്മുടെ പിടികൂടുക തന്നെ ചെയ്യൂല്ലേ? അതെപ്പോഴാ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മോളുടെ ഓർമ്മ ദിവസമായിട്ട് പറയാനുള്ളത്, നന്മ മനസ്സിൽ നമ്മൾ നന്മ കാത്ത് സൂക്ഷിക്കുക, ദയ, സ്നേഹം, അല്ലേ? ഇത്രയൊക്കെയാണ് എനിക്ക് മോളുടെ ഒരു ഓർമ്മ ദിവസം എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. എന്തായാലും മോനിപ്പം ഫ്രീലാൻഡ് വർക്ക് ചെയ്യാണ്. അവൻ PSC റാങ്ക് ലിസ്റ്റിലുണ്ട്. മോളും കല്യാണം കഴിഞ്ഞ ആയൂരാണ്, ഒരു കൊച്ചായി. മോന്റെ വൈഫ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അതാണ് അങ്ങനെയാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇവിടെ മോളുടെ ഒരു സങ്കട ദിവസം എന്ന് ഞാൻ പറയുന്നില്ല, സന്തോഷമാണ്. കാരണം ഇതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ, അവൾക്ക് അത് കണ്ട് അവള് സന്തോഷിക്കും. അപ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഇവിടെ ജീജ മാഡം വന്നതിലും എനിക്ക് ഭയങ്കര സന്തോഷം. അല്ല, ഞാൻ മാഡം എന്ന് വിളിക്കാൻ കാരണം ഞങ്ങള് വീരഭദ്ര ഗാർഡൻസ് താമസിക്കുമ്പോഴാണ് ഒരു സീരിയൽ സൂര്യ TV-യിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ശരണി ഒരു ക്യാരക്ടറിനെ വിളിക്കാൻ വേണ്ടി വന്നു. പിന്നെ എന്തോ ഒരു പേയ്മെന്റിന്റെ ഇഷ്യൂ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് ആ ഒരു ഇതിൽ പിന്നെ അതങ്ങ് മാറിപ്പോയി. പിന്നെ മോളെ അതിൽ വിളിച്ചില്ല. അന്നാണ് മാഡത്തിനെ മാഡം തന്നെ ഞാൻ വിളിക്കുക, എനിക്ക് അതാണ് ഇഷ്ടം. എന്തായാലും ആ സ്ഥാനം വെച്ചിട്ട് ഞാൻ എങ്ങനെ വിളിക്കുക. എന്തായാലും പിന്നെ അന്നാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ന് മോളുടെ ഓർമ്മ ദിവസം കൂടുതൽ ഇതായ സമയത്ത് ഞാൻ കാണാൻ വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് സീമ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ വരണ്ട, ചേച്ചിയുടെ മനസ്സ് എനിക്കറിയാം, ചേച്ചി ഇത് കണ്ടു കഴിഞ്ഞാൽ സീമയുടെ എന്താ വെച്ചാൽ ശരണയുടെ ആദ്യത്തെ മുഖം ഞാൻ കണ്ട ആ മുഖം ഉണ്ടല്ലോ, അത് മാത്രം മനസ്സിൽ മതി, ഇത് കാണണ്ട. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണ്, എനിക്ക് കണ്ടാൽ പിന്നെ അന്ന് 4 ദിവസം കണ്ണീരായിരിക്കും. അപ്പം എന്ത് ചെയ്യാനാ, പിന്നെ എത്രയും പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തന്നെ മോള് പോയി. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഇവിടെ മോളുടെ ഒരു ഈ ഓർമ്മ ദിവസം പങ്കുചേരാൻ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാരണം അവൾ ആ വേദന അനുഭവിച്ച് ബെഡ്സൂറൊക്കെ വന്ന് കിടക്കുന്നതിലും ദൈവം അവളെ അറിഞ്ഞ് ഇത് ഇത്രയേ ഉള്ളൂ. ഒരു ഡ്രാമ കിടന്നിട്ടും കാര്യം അല്ല, ഒരു ഡ്രാമ. ഇപ്പം നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു നാടകത്തിൽ അഭിനയിക്കുക, നമുക്കൊരു റോള് കിട്ടുന്നു, ഇടയ്ക്ക് ഒരു ഗസ്റ്റ് റോളായി വരുന്നു. ആ റോള് അവരുടെ റോൾ അത് ആ നാടകത്തിൽ കഴിയുമ്പോൾ ആ വേഷം അഴിച്ചു വെച്ച് അവനിലേക്ക് പിന്നീട് മറിയുന്നു. അതുപോലെ അവളുടെ ജീവിത നാടകത്തിൽ അവളെ വേഷം തീർന്നു. കാരണം അവൾ അമ്മയായി, മോളായി അഭിനയിച്ചു, ചേച്ചിയായി അഭിനയിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് അവളൊരു മോട്ടിവേഷൻ പോലെ അല്ലേ കൊടുത്തു. അതെ, കൊടുത്തു. അവളുടെ പിന്നെ അവസാനം അവള് ക്യാൻസർ പേഷ്യൻ്റായി 10 വർഷം അഭിനയിച്ചു. അവൾക്ക് കിട്ടിയ റോൾ അതാണ്, ആ പേഷ്യൻ്റായി അഭിനയിക്കാൻ. അപ്പോൾ പിന്നെ ഒരു വ്യത്യാസമുണ്ട്. നമുക്കൊരു നാടകമാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, രചയിതാവ്, ക്യാമറാമാൻ എല്ലാവരും വെവ്വേറെ ആളായിരിക്കും. അവർ നമ്മളോട് പറയും നമ്മളെ റോൾ ഇത്രയേ ഉള്ളൂ, ആ റോളിന് താല്പര്യം ഉണ്ടെങ്കിൽ വരിക. പക്ഷേ ഈ രചയിതാവ് നമ്മളെ റോൾ എന്താണെന്നോ നമ്മളോട് എപ്പം തിരിച്ചു പോകണമെന്ന്, ഈ റോളെപ്പം മതിയാവുന്ന നമുക്ക് പറയില്ല. അത് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു രസം പോയില്ലേ, അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലല്ലോ ജീവിതം. അപ്പം അതറിയാതെ നമ്മൾ ആ റോളിലൊരു നമ്മുടെ പാർട്ട് അഭിനയിക്കുന്നു. ആ പാർട്ട് കഴിയുമ്പോൾ ഒരു നിമിഷത്തിനപ്പുറം ഇപ്പുറം പോയില്ല. ആ പാർട്ട് കഴിയുമ്പോൾ നമ്മൾ വേഷം അഴിച്ചു വെച്ച് നമ്മൾ പോയേ പറ്റൂ.
അപ്പം അവളെ പാർട്ടി ഈ ഒരു ജീവിത നാടകത്തിൽ കഴിഞ്ഞു. അവൾ ആ പാർട്ടി കഴിഞ്ഞു, അവൾ പോയി. വേറൊരു വേഷം എടുക്കാൻ വേണ്ടി അവൾ പോയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അവളിനി ഏത് അമ്മയുടെ ഒരു ഗർഭപാത്രത്തിൽ വന്നൊരു പുനർജന്മം ജനിച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇനി ജനിച്ച് കഴിഞ്ഞെങ്കിലും, അല്ല അവിടെ ആ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിലും നമ്മളീ വാക്കുകളും നമ്മളീ ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ അവൾക്ക് അത് ഗുണം ചെയ്യും. പിന്നെ നമ്മൾ 31-ാം തീയതി ആയിരുന്നു, കർക്കിടക മാസത്തിലെ മകന്നാളായിരുന്നു അവൾ പോയത്. അപ്പോൾ ഈ ജൂലൈ 31-നാണ് മകം. ഇപ്പോൾ രാമേശ്വരത്ത് പോയി അതിൻ്റെ കർമ്മങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തു. ഇത് പിന്നെ ഓർമ്മ ദിവസമുള്ള ഒരു ഇത് നമ്മൾ വന്നതിൽ എനിക്ക് മാഡം വന്നതിൽ, ജിജ വന്നതിൽ ഭയങ്കര സന്തോഷം. ജിജ ഇതിൽ നമ്മൾ അതിന് മുമ്പേ എത്രയോ മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്, ലൊക്കേഷനിൽ കണ്ടിട്ടുണ്ട്. ഏതോ ഒരു വർക്ക് ഒരുമിച്ച് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അന്നൊക്കെ നമുക്ക് നിങ്ങളൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളും പ്രൊഡ്യൂസറൊക്കെ ആയതുകൊണ്ട് ശരണ്യ ബിഗിനിങ് ആണ്. അപ്പം നമുക്ക് വന്ന് മിണ്ടാനും പറയാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങ് അടുത്ത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു ആന്റി നമ്മുടെ ഒരേ നാട്ടുകാരാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മോൾ എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തൊരു സ്റ്റുഡിയോ പറഞ്ഞു അല്ലേ, അത് നിങ്ങളുടെ ബന്ധുക്കളുടെ ആണ് എന്ന് പറഞ്ഞു. പിന്നെ പയ്യന്നൂരാണല്ലേ? പയ്യന്നൂരല്ല, പഴയങ്ങാടിയാണ്. അതൊക്കെ മോൾ എന്നോട് പറഞ്ഞായിരുന്നു. എന്തായാലും വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കണ്ടല്ലോ ശരണ്യയുടെ അമ്മയുടെ, ശരണ്യയുടെ അമ്മ മാത്രമായിട്ട്, ശരണ്യയുടെ കുടുംബം മാത്രമായിട്ട് ഈ ഒരു ദിവസം അല്ലാത്തൊരു ദിവസം ശരണ്യയുടെ അമ്മ ഈ വെള്ളയൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്യും. വെള്ള ബ്ലൗസ് എടുത്തിട്ടതാ സീമ വഴക്ക് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല.